കണ്ണൻ്റെ പടം വരച്ച് ഹിറ്റായ ജസ്ന സലീം. ഈ ജസ്ന സലീമിന് ഇപ്പൊ മുമ്പിലെങ്ങാണ് കിട്ടിക്കഴിഞ്ഞാൽ കണ്ണൻ ഓടക്കൂടലെടുത്ത് തലമണ്ട അടിച്ച് പൊട്ടിക്കും. ഇമാതിരി പരിപാടികളാണ് ജസ്ന സലീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്മൃതിക്കെതിരെ ജസ്ന വീണ്ടും കുറെ ആരോപണങ്ങളുമായിട്ടും കുറെ ഇവർ പറഞ്ഞ കാര്യങ്ങളിലുള്ള മെഴുകലുമായിട്ടും വന്നിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മുടെ ആദ്യം ഇന്നലെ ഇട്ട വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് തീർച്ചയായിട്ടും കണ്ടിട്ട് വരിക. എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇല്ലാത്തവർക്ക് ഞാൻ ചുരുക്കി പറയാം. അപ്പോൾ ജസ്നയുടെ പുതിയ കള്ളത്തരങ്ങൾ എന്ന സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോയിലേക്ക് നേരെ പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജസ്ന സലീമും സ്മൃതിയും തമ്മിൽ മുജമാലു ചകട ആ ചകട നടന്നുകൊണ്ടിരിക്കുകയാണ്. ദുഷ്മൻ. ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മൃതി എന്ന് പറയുന്ന റിയാക്ഷൻ ബ്ലോഗർ ജസ്നയുടെ ഒരുപാട് കള്ളത്തരങ്ങളെ കുറിച്ച് സംസാരിച്ചു. യാതൊരു വിധത്തിലുള്ള വ്യക്തി അധിക്ഷേപങ്ങളും ഇല്ലാതെ സംസാരിച്ചു. ഈ സാധനങ്ങൾ ജസ്നയ്ക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു. ആയതിനാൽ ജസ്ന തീരുമാനിച്ചു, എനിക്കെതിരെ ഒരുപാട് വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഈ വ്യാജ പ്രചാരണങ്ങളുടെ ബുദ്ധിമുട്ട് ഇവരറിയണമെങ്കിൽ ഞാനും ഇവർക്കെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടത്തണം എന്നും പറഞ്ഞിട്ട് വ്യാജ പ്രചാരണമായിട്ട് നടത്തിയ വ്യാജ പ്രചാരണം എന്താ? കല്യാണം കഴിച്ചിട്ടില്ലാത്ത സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നു. പത്തനംതിട്ടയുള്ളവർ കൊയിലാണ്ടിൽ ഒരു ആശുപത്രിയിൽ പോയി അബോർഷൻ ചെയ്തു. അത് ഇവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു. ഇതാണ് ഇവർ പറഞ്ഞ ആരോപണം. ഇതിനെ ചൊല്ലി ജസ്നയ്ക്ക് എതിരെ സ്മൃതി കൊണ്ടൊരു കേസ് അങ്ങോട്ട് കൊടുത്തു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ വീഡിയോ അങ്ങോട്ട് ജസ്ന റിമൂവ് ആക്കി. അതായത് ജസ്ന പറഞ്ഞതെല്ലാം സത്യമാണെന്നിരിക്കെ എന്തിന് ജസ്ന വീഡിയോ റിമൂവ് ചെയ്തു? പോലീസിനെ മാനിച്ചുകൊണ്ട് മാത്രം ജസ്ന വീഡിയോ റിമൂവ് ചെയ്തു. ഇവർക്കിടയിലുള്ള ഈ വാർ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിന്റെ നടുവിൽ ജസ്ന പുതിയ കുറെ മെഴുകലുമായിട്ട് വന്നു. നമുക്കൊന്ന് മെഴുകിയിട്ട് വരാം. ഒരു സത്യത്തെ 100 പേര് പറഞ്ഞതുകൊണ്ട് ഒരു കള്ളമായി മാറൂല. ഇപ്പം ഒരു കള്ളത്തെ ഒരാള് 100 തവണ പറഞ്ഞത് കൊണ്ട് അത് സത്യമാകത്തില്ല. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞത് കള്ളമാണെന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം, സ്മൃതിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ പോലെ നിങ്ങൾ കുറേ കള്ളത്തരങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. അതായത് നിങ്ങൾ പറയുന്ന കള്ള ആരോപണമാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അത് ഇന്നലെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. കള്ള ആരോപണങ്ങൾ ഒരു സ്ത്രീക്കെതിരെ ആ സ്ത്രീയുടെ ജീവിതം തകർക്കാൻ ശേഷിയുള്ള കള്ളത്തരം പറയുന്ന ഒരാളാണ് കൃഷ്ണൻ്റെ പടം വരച്ച് വിൽക്കുന്നത്, ദൈവത്തിൻ്റെ പടം വരച്ച് വിൽക്കുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ കുഷ്ഠം വെച്ചിട്ട് എത്ര ദൈവത്തിന് ഫ്രെയിം ചെയ്തെന്ന് പറഞ്ഞാലും ഗതി പിടിക്കാൻ പോകുന്നില്ല. മനസ്സിലാക്കുക. ബാക്കിയേക്കാം. അപ്പോൾ ഇതിൽ 1-2 കാര്യങ്ങൾ ഈ പെണ്ണിനെ മനസ്സിലാക്കേണ്ടവരുണ്ടെങ്കിൽ, ഈ സത്യം മനസ്സിലാക്കേണ്ടവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ തെളിവ് സഹിതം ഞാൻ പറഞ്ഞു. മനസ്സിലാക്കേണ്ടവരുണ്ടെങ്കിൽ 1-2 കാര്യങ്ങൾ തെളിവ് സഹിതം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ മനസ്സിലാക്കേണ്ടതുണ്ടവർക്ക് തെളിവുകളൊന്നും ഈ പുള്ളിക്കാരി പറയുന്നില്ല. ഈ പുള്ളിക്കാരിയുടെ നാക്കുകൊണ്ട് പറയുന്നതാണ് ഈ പുള്ളിക്കാരിയുടെ തെളിവ്. ഇതാണ് എൻ്റെ കയ്യിലുള്ള ആ രേഖ. ആ രേഖയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നമുക്ക് രേഖ ഒന്ന് കേട്ട് നോക്കാം. കാണാൻ പറ്റത്തില്ല, അങ്ങനെ സാധനം ഇല്ലല്ലോ. ഒന്നാമത്തെ കാര്യം, ഞാനൊരു വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നത് ഒരു അബോർഷൻ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വന്നു എന്നാ പറഞ്ഞത്. അവിടുന്ന് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എനിക്കും ആ കുട്ടിക്കും മാത്രമേ അറിയുള്ളൂ. ചെയ്തോ എന്നുള്ള കാര്യം എനിക്കും ആ കുട്ടിക്കും മാത്രമേ അറിയത്തുള്ളൂ. ഈ ഏതൊരു സുധീഷ് എന്ന് പറയുന്ന ചെറുക്കനോ, സുധീഷോ ശ്യാമോ ഏതൊരു ചെറുക്കനൂടെ പോയെന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ അറിയത്തില്ല അബോർഷൻ ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം. ഈ സ്മൃതിയെ ചികിത്സിച്ച ഡോക്ടറിനറിയില്ല ഈ അബോർഷൻ ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം. ഈ പുള്ളിക്കാരി എന്താ പറഞ്ഞേ? അബോർഷൻ അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടു വന്നു. പുള്ളിക്കാരി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ തന്നെ പറയുന്നത്. ഈ വീഡിയോയിൽ തന്നെ പറയുന്ന മറ്റൊരു വാചകം ഞാനൊന്ന് കേൾപ്പിക്കട്ടെ. എന്നാ കേട്ടോ. ഒരു മനുഷ്യക്കുഞ്ഞിനെ കൊന്ന ഒരുത്തി പുണ്യാളച്ചും അത് കണ്ട് ഉറക്കം വിളിച്ച് പറഞ്ഞ ഞാൻ താടകയുമായി വന്നു. ഒരു മനുഷ്യക്കുഞ്ഞിനെ കൊന്ന ഈ പുണ്യാളത്തെയും. ആ കൊന്ന എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നൊന്ന് പറയാമോ? മറ്റേ കൊന്ന ചെടി അല്ലല്ലോ പറഞ്ഞത്, അത് തന്നെയല്ലയോ പറഞ്ഞത്. അതായത് അവിടെ ഈ ആവശ്യത്തിന് വേണ്ടി വന്നു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അത് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പുറത്ത് കൊന്ന അവള് പുണ്യാളത്തെയും ഞാൻ താകടയല്ലോ താടകയും. ഇപ്പൊ ആ താകടയും താടകയൊക്കെ ആണെന്ന് നിങ്ങൾ ഉറപ്പിക്കുന്ന സാധനങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയേക്കാം. എന്നെ കൊണ്ട് സ്റ്റേഷൻ സൈബർ സെൽ ഓഫീസിൽ നിന്ന് വിളിച്ചത് കൊണ്ട് ഞാൻ അവരെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഞാനത് റിമൂവ് ചെയ്തു. സൈബർ സെല്ലിൽ നിന്ന് നിങ്ങളെ വിളിച്ചു. ഹലോ, സൈബർ സെല്ലിൽ നിന്നാണ്. സ്മൃതിക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു? അത് 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 നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിലും സ്മൃതിക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ഒന്ന് ഡിലീറ്റ് ചെയ്തേക്കണേ. പുള്ളിക്കാരി അപ്പോഴേ അയ്യോ സൈബർ സെല്ലിൽ നിന്ന് അല്ലല്ലോ,
പറഞ്ഞത് തെറ്റായതുകൊണ്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത്, ശരിയാണെന്നുണ്ടെങ്കിൽ തല പോയാലും നിങ്ങൾ ഡിലീറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല ആണല്ലോ. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്തു. അല്ലാതെ അയ്യോ അവർ വിളിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ പോലീസുകാർ വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ അയ്യാടാ ഒരാള്. അപ്പം നിങ്ങൾക്കൊക്കെ കേട്ടവർക്കൊക്കെ അറിയാം, ഒരു ഇത് സംബന്ധിച്ച് വരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ കുട്ടി പറഞ്ഞത് എന്താ, ഞാൻ അബോർഷൻ ചെയ്തു എന്ന് പറഞ്ഞു. അതിലർത്ഥം എന്താ, അവളത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അവളത് ചെയ്തിട്ടുണ്ടെന്നല്ല. ഒന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ പുള്ളിക്കാരി പാനിക്കായി. ഈ സാധനമാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം കല്യാണം കഴിയാത്തൊരു പെൺകുട്ടി അബോർഷൻ ചെയ്യാനായിട്ട് പോയെന്നൊക്കെ പറയുമ്പോഴത്തേനും ആ പെൺകുട്ടി പാനിക്കാവും. ഇതാണ് സംഭവിച്ചത്. ഞാൻ ഇങ്ങനൊരു വിഷയവുമായി അവൾ അവിടെ ചെന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ അവൾ ഇത് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ആ വീഡിയോ തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട്, വധിച്ച ആള് പുണ്യാളത്തി, ഞാൻ താകടയും. ഇനി ഇവർ അന്ന് പറഞ്ഞ സാധനം നമുക്കൊന്ന് കേട്ടാലോ? ഏതാ ഇവർ ഡിലീറ്റ് ചെയ്ത സാധനം? 3 കേട്ടോളാം. വന്നതെന്ന് വെച്ചാൽ ഒരു അബോർഷൻ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനാട്ടോ വന്നത്. കറക്റ്റ് സംബന്ധമായ കാര്യത്തിനാണ് വന്നത്. ആരുടെ അബോർഷൻ സംബന്ധമായിട്ടുള്ള കാര്യത്തിനാണ് വന്നേ? കേക്കട്ടെ. എൻ്റെ അറിവിൽ ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാ തോന്നുന്നത്. അപ്പം ചേച്ചിയുടെ നാട്ടിലെവിടെയും ഈ അബോർഷൻ ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടായിരുന്നേ വന്നത്. ഓക്കെ, അതായത് പുള്ളിക്കാരി തൊട്ട് മുമ്പത്തെ ക്ലിപ്പിൽ പറഞ്ഞത് അവൾ ഇത് സംബന്ധമായി വന്നു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അവളത് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ചെയ്തോ ഇല്ലയോ എന്ന് അവക്കും എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, ആ ഡോക്ടറിന് പോലും അറിയത്തില്ല. മനസ്സിലായോ? ഈ ദിവ്യ ഗർഭം കൊടുത്ത ആൾക്ക് പോലും അറിയത്തില്ല. തൊട്ടടുത്ത വീഡിയോയിൽ ആദ്യം ഇവരിട്ട വീഡിയോയ്ക്കകത്ത് ഇവർ പറയുന്നത് അബോർഷൻ സംബന്ധമായ സാധനം ഇവൾ വന്നു, ഇവൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അതോടൊപ്പം തന്നെ ഇവള് പത്തനംതിട്ടയിലെങ്കിലും പറ്റാഞ്ഞിട്ട് കൊയിലാണ്ടി വന്നത് ചെയ്തു. ആ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരിയും ഒരു ചെറുപ്പക്കാരനും കൂടെ വരുന്നു. അപ്പോൾ ഈ പേപ്പറിലും മറ്റേ റിപ്പോർട്ടുണ്ടല്ലോ, അതിനകത്തൊക്കെ സ്മൃതിയുടെ പേര് മാറ്റി കൊടുത്തു എന്നാണ് ജസ്ന പറഞ്ഞത്. അപ്പോൾ സ്മൃതിക്ക് വേണ്ടിയിട്ടല്ല പറഞ്ഞേ, ജസ്ന അവിടെ ആർക്കോ ഒരാൾക്ക് വയറ്റിലൊരു ഗ്രോത്ത് ഉണ്ടായി, ഇത്തരത്തിലൊരു പ്രഗ്നൻസി ഉണ്ടായി. ആ വയർ ഇങ്ങോട്ട് സ്മൃതി മേടിച്ചു. പത്തനംതിട്ടയിലുള്ള ഓരോ ആശുപത്രിയിൽ ചെന്നിട്ട് സാറേ ഇതോ ഈ വയറിലൊന്ന് നോക്കിക്കേ, ഒന്ന് അബോർട്ട് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറ്റത്തില്ല എന്ന് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു. ആ മറ്റൊരു സ്ത്രീയുടെ വയറ് കടം മേടിച്ചിട്ട് ആ വയറ് എടുത്തുകൊണ്ട് സ്മൃതി കൊയിലാണ്ടി ചെന്നിട്ട് അവിടുത്തെ ഡോക്ടറെ കാണിച്ചു. സാർ നോക്കൂ, ഇത് എൻ്റെ വയറല്ല, മറ്റാരുടെ വയറാണ്, ഈ വയറ്റിലുള്ളതിനെ ഒന്ന് കളഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ച സാധനം. നിങ്ങൾ പറഞ്ഞത് അത് തന്നെയാണ്. സ്മൃതി ഈ ഒരു കാര്യത്തിന് പോയി തന്നെയാണ് പറഞ്ഞത്. നമ്മൾ ഒരുപാട് ഉരുണ്ട് കഴിഞ്ഞാൽ ചെളി പറ്റും, പിന്നെ ഉരുണ്ട് കഴിഞ്ഞാൽ ചള്ളയാവും, വീണ്ടും കിടന്ന് ഉരുണ്ട് കഴിഞ്ഞാൽ നമ്മൾ ആ കുഴിയിൽ അങ്ങ് മൂടിപ്പോവും. പിന്നെ 2 കല്ലും ഒരു റീത്തും ഒക്കെ വെക്കാനേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കള്ളം പറയാനുള്ള കഴിവില്ല. നിങ്ങൾ ആ യാഥാർത്ഥ്യത്തെ നിങ്ങൾ അംഗീകരിക്കൂ. നിങ്ങൾക്ക് കള്ളം പറയാനുള്ള കഴിവില്ല, അപ്പോൾ നമ്മൾ കള്ളം പറയാതിരിക്കുക. നിങ്ങൾക്കെതിരെ വ്യാജ ആരോപണം നടത്തിയതിന് നിങ്ങൾ മറ്റൊരാൾക്കെതിരെ വ്യാജ ആരോപണം നടത്തുന്നു. അപ്പോൾ നിങ്ങളും ഈ മറ്റ് ആരോപണം നടത്തിയ ആളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നിട്ട് കണ്ണനെ വരച്ച് ഞാൻ വിൽക്കുന്നു, ഞാൻ കാശുണ്ടാക്കുന്നു, കണ്ണനെ വരച്ച് വിറ്റ വീടിന് കാശിന് ഞാൻ വീട് വെക്കുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് കണ്ണനെ മേടിച്ചവരുണ്ടല്ലോ, ഈ ഒരു മൈൻഡ് സെറ്റോടെയാണ് നിങ്ങൾക്ക് തന്നത്. ഒരു പെൺകുട്ടിയെ വ്യാജ പ്രചരണം നടത്തി തീർത്ത് കളയണം എന്ന് ചിന്തിക്കുന്ന മനോഭാവമുള്ള ഒരാളുടെ നിന്നാണ് നിങ്ങൾ കണ്ണനെ മേടിച്ചിട്ടുള്ളത്. മനസ്സിലാക്കുക. ഇത്രയും കാലം അവള് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ കൃഷ്ണഭക്തയല്ല, ഞാൻ കപടഭക്തയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവള് ഇന്നലെ അവളുടെ വായു കൊണ്ട് പറഞ്ഞത് എന്താ, ഒരു കൃഷ്ണഭക്തയാണ് ഈ പറയുന്നത്. ഒരു കൃഷ്ണഭക്തക്ക് അത് പറയാൻ പാടുണ്ടോ എന്ന്. അപ്പൊ തന്നെ ആ കുട്ടിയുടെ കള്ളത്തരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ആ കുട്ടിയുടെ കള്ളത്തരം എന്താണ് അതിനകത്ത്? ആദ്യം പറഞ്ഞു നിങ്ങളൊരു കൃഷ്ണഭക്ത അല്ല എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ഒരു കൃഷ്ണഭക്തി ആയ നിങ്ങളിത് ചെയ്തു എന്ന് പറഞ്ഞു. അതിൽ നിന്ന് നിങ്ങൾക്ക് ആ കുട്ടിയുടെ കള്ളത്തരം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ ഈ ഇട്ട വീഡിയോയ്ക്കകത്ത് ഒരു പോയിന്റും ഇല്ല ഇവരുടെ കയ്യിൽ. അതുകൊണ്ട് എന്തൊക്കെയോ പറയുന്നത്. അവർക്ക് ആദ്യം നിങ്ങൾ കൃഷ്ണഭക്തി അല്ലാന്ന് തോന്നി, അങ്ങനെ പറഞ്ഞു. കൃഷ്ണനെ വരച്ചു കൊടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പരിഗണന തന്നു, അതുകൊണ്ട് അവരങ്ങനെ സംസാരിച്ചതായിക്കൂടെ? അതെന്തോ ആയിക്കോട്ടെ. അതിനകത്ത് എന്താണ് സ്മൃതിയുടെ എന്ത് കള്ളത്തരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതൊന്ന് വിശദമാക്കി തരാമോ? വിശദമാക്കാൻ അവർക്കറിയത്തില്ല, പിന്നെ എങ്ങനെ നമുക്ക് വിശദമാക്കി തരുന്നേ? ബാക്കിയേക്കാം.
സഹിതം നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം. എന്നെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്യാം. ഞാൻ ആരോടും ചോദിക്കാനും പോയിട്ടില്ല. പോയി ചോദിക്കി, എന്നെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ട് ആരോടെങ്കിലും പോയി ചോദിക്കി. കാലേ വരെ നിരത്തടിക്ക് നിങ്ങൾ ചെയ്ത പ്രവർത്തിക്ക് നിങ്ങൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതിനകത്തില്ല. നിങ്ങൾ പറഞ്ഞത് വ്യാജ പ്രചരണമാണെന്ന് നിങ്ങൾ തന്നെ ഒരു 15 വട്ടം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ വന്നിരുന്നൊരു വ്യാജ പ്രചരണം നടത്തിയിട്ട് പിന്നെ അത് കിടന്ന് മെഴുകിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഒരാളും വരത്തില്ല. നിങ്ങൾ ചെയ്യുന്നത് ശുദ്ധ പോക്കൃത്തരമാണ്. ഈ കണ്ണ നിനക്കായി എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങി വെച്ചിട്ട് ഈ കണ്ണനെങ്ങാനും നിങ്ങൾ ഈ ചെയ്ത പ്രവർത്തിക്ക് കണ്ണൻ്റെ മുമ്പിലെങ്ങാനും നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ വെണ്ണ കുടത്തിനകത്ത് നിങ്ങളെ ചുരുട്ടി കൂട്ടി ഇട്ടിട്ട് അത് തല്ലി പൊട്ടിക്കും. മറ്റേ ഉറിയടി അടിക്കുന്ന പോലെ ഓടക്കൊള്ളിട്ട് അടിച്ച് പൊട്ടിക്കും. അതാണ് നിങ്ങൾക്ക് കണ്ണൻ്റെ മുമ്പിലെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റ്. ഇതിനെല്ലാം തിരിച്ചു വരും. കർമ്മ ഈസേ മറ്റേ ബൂമറാൻ ആ സാധനത്തിൻ്റെ പേര് അതുപോലെ തിരിച്ചു വരും എന്നുള്ള ബോധ്യത്തോടെ വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ. ഇവർ ഒരുപാട് അനുഭവിച്ചു കേട്ടോ ജീവിതത്തെ. അത് സ്വന്തം തെറ്റുകൊണ്ട് അഭിനയിച്ച എല്ലാം കറക്റ്റാ. എന്നെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന പോലെ എടുത്ത് ഞാൻ വിളിച്ച് ആ തെറ്റിദ്ധാരണ തിരുത്താനും പോയിട്ടില്ല. പക്ഷെ ഇവളതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂലേ കള്ളം കപ്പലിൽ തന്നെയാണെന്ന്. കള്ള കപ്പലിൽ തന്നെയാണ്. അവളതൊക്കെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അവളുടെ സൈഡിൽ തെറ്റില്ലെന്ന്. ഇവളതൊക്കെ ചെയ്യാത്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇവളുടെ സൈഡിൽ തെറ്റുണ്ടെന്ന്. നിങ്ങൾ ഒരാളെ കൺവിൻസ് ചെയ്യാമോ നിങ്ങൾ പറയുന്നത് ശരിയാണെന്നുള്ള കാര്യം? ഒറ്റ ഒരാൾ. എല്ലാം പോട്ട് നിങ്ങൾ തന്നെ സ്വന്തം മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമോ നിങ്ങൾ ചെയ്യുന്ന സാധനങ്ങൾ ശരിയാണെന്നുള്ളത്? എന്നിട്ടാണ് മറ്റൊരാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും കൂടി എന്നെ ചളി വാരി എറിഞ്ഞോളൂ. പക്ഷെ ഒരു നാൾ കള്ളൻ എന്തായാലും പിടിക്കപ്പെടും. നിങ്ങൾക്ക് ഞാനെന്തോ ഒരു നാൾ കള്ളൻ എന്തായാലും പിടിക്കപ്പെടും എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതിൻ്റെ വലിയ കാര്യമാണ്. അന്ന് നിലമില്ലാ കയത്തിലേക്ക് മുങ്ങേണ്ടി വരുമെന്നൊരു കാര്യം കൂടെ ഓർത്ത് വെക്കുക. നിങ്ങൾ കാണിക്കുന്ന വൃത്തികേടിന് നിങ്ങൾ ഒരിക്കലും കരപറ്റാത്ത പോലെ നിങ്ങൾ പെട്ടുപോകും. ഇതിപ്പോൾ സ്മൃതി ഇത് പ്രൂവ് ചെയ്യും ആരുടെ ഭാഗത്താണ് ശരിയെന്നുള്ളത്. ഈ ഹോസ്പിറ്റലിലെ CCTV ക്യാമറകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നതിനകത്തൊക്കെ പറയും. അപ്പം നിങ്ങൾ എന്ത് പറയുന്നത്? അയ്യോ അങ്ങനെയല്ല, സ്മൃതി മറ്റൊരാളുടെ മുഖമെടുത്ത് ഒട്ടിച്ച് വെച്ചിട്ട് വന്നു എന്ന് പറയുമോ? ഇപ്പം നമുക്കറിയത്തില്ല കേട്ടോ, സ്മൃതി പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. പോയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ പറയുന്ന സാധനങ്ങൾ ഞാൻ കൺവിൻസ്ഡ് ആണ്. ഇവർ പറയുന്ന സാധനങ്ങളെ കൺവിൻസ്ഡ് അല്ല. കാരണം ഇവർ തന്നെ പറയുന്നുണ്ട് വ്യാജ പ്രചരണം ഞാൻ മറ്റൊരാൾ വ്യാജ പ്രചരണം ഏൽക്കുമ്പോഴുള്ള പ്രശ്നം മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഇവർ തന്നെ പറയുന്നുണ്ട് ഞാൻ വ്യാജ പ്രചരണം ചെയ്യാൻ പോകുന്നുള്ളത്. വീഡിയോ അവസാനിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഉളുപ്പ് വേണം, ഉളുപ്പ്. അതില്ലെന്ന് മനസ്സിലായി. മറ്റൊരു വീഡിയോ കാണാം.